ഞാനാണ് അടിച്ചു വരാൻ വിചാരിച്ചത്, പക്ഷെ അവൻ ചെയ്യുന്നുണ്ട്. ചേച്ചി പറഞ്ഞു തരുന്ന കറികളൊക്കെ നല്ല ടേസ്റ്റാ അല്ലേ? ആ മഴ പോയി അങ്ങനെ തന്നെ പെയ്തെങ്കിൽ ഇതെല്ലാതും പോയി തന്നെ. അതൊരു മല, ഇങ്ങനെ മല, ഇങ്ങനെ മല, പശ്ചിമഘട്ടം. അപ്പൊ ആ ക്ഷീണം എന്നല്ലേ പറഞ്ഞത്, ക്യാരക്ടർ. നീ പറഞ്ഞത് ക്യാരക്ടർ. കൃഷിപ്പണിക്കാരെ കയ്യില് മണ്ണല്ലാണ്ട് പിന്നെ എന്തിട്ടുണ്ടാവുക? ഒരു കുഴപ്പമില്ല. ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഞാൻ. അപ്പൊ ആ പൂപ്പിന്നല്ലോ. മഴ പെയ്ത് നമ്മളവിടെ നോക്കിയാ ഇവിടെ ആകെ ചവറ്. നമ്മള് ഈ മാവിന് മരണം സംഭവിച്ചോന്ന് തോന്നിക്കും, അത്രയ്ക്കധികം ചവറാണ്. ഇല മൊത്തത്തില് മഞ്ഞിച്ചിട്ടുണ്ട്, മാവ് ഇതായി. ഇനിയിപ്പോ മാവിനൊന്നും കുഴപ്പമില്ല, അത് ഈ സമയത്ത് ഇല ഇതാണ്. ജഗ്ഗു പറയാം ഭയങ്കര രസം കൊണ്ട് അവൻ തന്നെ. ഞാനാണ് അടിച്ചു വരാൻ വിചാരിച്ചത്, പക്ഷെ അവൻ ചെയ്യുന്നുണ്ട്. നല്ല കനത്തിലാണ് ചവറ്. ജഗ്ഗു നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇന്നത്തോടു കൂടിയിട്ട് നമ്മുടെ കമ്പോസ്റ്റ് കുഴി നിറഞ്ഞ് തേട്ടും. ഈ ചവറ് മുഴുവൻ കമ്പോസ്റ്റ് കുഴിക്കാണ് പോണത്. അപ്പൊ കുഴിയില് ഇടില്ലല്ലോ, മാവിന്റെ ഇടോ? മാവിന്റെ ഇടാം. വെറുതെ ഓരോരുത്തർ പറയുന്നത് മാവിന്റെ ഉഗ്രം വളഞ്ഞാണ് എന്ന് പറയുന്നു. ഞാൻ പറയുന്നു അതേ ജൈവിക അധിച്ചപ്പോഴേക്കും. അപ്പൊ സരിതീനെ വെടുപ്പാക്കാന്ന് വിചാരിച്ചു വന്നത്. വേണ്ട, നീ വെടുപ്പാണ്ട, ഞാൻ എടുത്ത് വെടുപ്പാക്കാവുന്ന കാര്യമില്ലല്ലോ. നോക്കിയേ, ഇത് ഇത്രയ്ക്ക് ആയിക്കുള്ളൂ. അപ്പോഴേക്കും നോക്കി ചവറ് നോക്കിയേ, എന്താ ഇത്രയ്ക്ക് ചവറായി. നിനക്കവിടെ ഉച്ചയ്ക്കുള്ള കൂട്ടാൻ വെക്കണേ. അയ്യേ, ഒരു സിമ്പിൾ സാധനം, 5 മിനിറ്റ് പോലും വേണ്ട വെക്കാനായിട്ട്. വഴുതനങ്ങയുണ്ട്. നമ്മുടെ ജ്യോതി ചേച്ചി ഇല്ലേ, അന്ന് വന്നില്ലേ ചെറുപ്പുളശ്ശേരി ജ്യോതി ചേച്ചി നമ്മുടെ വീട്ടിൽ വന്നത്? ജ്യോതി ചേച്ചി പറഞ്ഞു തന്നിട്ടില്ല. ജ്യോതി ചേച്ചി കുറേ നുറുങ്ങ് കൂട്ടാനുകളില്ലേ, 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ തട്ടിക്കൂട്ട് കൂട്ടാനുകൾ അങ്ങനത്തെ കുറേ അറിയാം. പക്ഷെ അത് തട്ടിക്കൂട്ട് കറിയാലും ഭയങ്കര ടേസ്റ്റാണ്, കുറേ ചോറിനാൻ പറ്റും. അങ്ങനെ ഒരു മത്തങ്ങ പുളിങ്കറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നിട്ടിട്ടുണ്ട് പോലെ, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. ചേച്ചി പറഞ്ഞു തരുന്ന കറികളൊക്കെ നല്ല ടേസ്റ്റാ അല്ലേ? പാലക്കാടനാണെങ്കിലും നമുക്ക് നല്ല അപ്പൊ വഴുതനങ്ങ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വഴുതനങ്ങ ഇവിടെ ഉണ്ടാ? ഇല്ലെങ്കിൽ പൊട്ടിച്ചത് വീട്ടിലിരിക്കണ എടുത്തിട്ട് വരണ്ടേ? വഴുതനീന്റെ പൊട്ടിക്കാം. നിനക്ക് ഇവിടെ സ്ഥലം ശരിയായിരുന്നു അല്ലേ? സരിതിക്ക് ഇവിടെ പാചകം ചെയ്യാനുള്ള സ്ഥലം ശരിയാക്കി കൊടുക്കണം. ഇവിടെ കണ്ടില്ല, ഇവിടെ നിറയെ ചവറാണ്. ഞാൻ ക്ലീൻ ആക്കിയോളാം അവിടെ, ഞാൻ ചെയ്തോളാം. ചേട്ടാ വേറെ പണി ഉണ്ടെങ്കിൽ ചെയ്തോ. എനിക്ക് പണിയുണ്ട്, എനിക്ക് ഈ ചവറ് ഇതാക്കണം. അന്നും ചേട്ടനും പറമ്പിലേക്ക് ഇറങ്ങിയിട്ടല്ലേ? എല്ലാവരും മഴ മാറി മാനം തെളിഞ്ഞപ്പോ സൗണ്ട് കേൾക്കണ്ടോ നോക്കാണ്. അതിങ്ങനെയുണ്ട്, പൊട്ടുണ്ടോന്ന് ശബ്ദം, മാങ്ങണ്ടി പൊട്ടുണ്ടോന്നൊരു ശബ്ദം. അപ്പൊ നമുക്ക് അവിടെ ശരിയാക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ അടിച്ചോ, ഇവിടെ അടിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടാക്കിയാൽ മതി. ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാക്കിയാൽ മതി. ചവറ് ഒന്ന് അടിച്ച് കുറച്ചൊന്നാക്കിയിട്ടുണ്ട്, എന്നാലും ഇഷ്ടം പോലെ ഉണ്ട്. മാമലത്തെ ഇല മുഴുവൻ മൊത്തത്തിൽ മഞ്ഞ കളറായിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് ഉണ്ടാവാൻ പോണേന്ന് അറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും അതൊന്നും നോക്കണില്ല, കൂട്ടാൻ വയ്ക്കാൻ പോവാണ്. കൂട്ടാൻ വയ്ക്കാനായിട്ട് ആദ്യം എന്ത് വേണം? വഴുതനങ്ങ വേണം. ഇതേ സാധനം കൈപ്പയ്ക്ക കൊണ്ടും ചെയ്യാം എന്നാണ് ജ്യോതി ചേച്ചി പറഞ്ഞത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് വഴുതനങ്ങ കൊണ്ടാണ്. അപ്പോൾ ആദ്യം വഴുതനങ്ങ പൊട്ടിക്കണം. വഴുതനങ്ങ അധികം മൂത്തത് പാടില്ല, മൂക്കാത്തത് ചള്ള്. ഉള്ളില് കുരു ആവാത്തതാണ് വേണ്ടത്. അയ്യോ, പക്ഷെ ഇതൊക്കെ മൂത്തതാണല്ലോ. ഇല്ല, അത്രയും മൂപ്പുണ്ടാവില്ല. ഇതിന് അതിന്റെ ആവശ്യമില്ല. ഇതൊന്നും മൂത്തിട്ടില്ല. അവ കിണ്ണോ? അയ്യോ ഉണ്ണി, അവിടെ ഇരിക്കണ കിണ്ണങ്ങടെ എടുത്തേ ജഗ്ഗു. മഴ പെയ്താലും നമുക്ക് വിളവ് ഉണ്ട് കേട്ടാ. നല്ല ആ മഴ പോയി അങ്ങനെ തന്നെ പെയ്തെങ്കിൽ ഇതെല്ലാതും പോയി തന്നെ. മൂക്കാത്തത് നോക്കിട്ട് നമുക്ക് എടുക്കാം. അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ടാ ഈ മറ്റേ ആളുകൾക്ക് ഇത് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റാ? കാരണം മൂത്തത് അല്ല, ഭയങ്കരമായിട്ട് കുരു ഇങ്ങനെ മൂത്തിട്ട് കനം വെച്ചതില്ലേ, ഉൾഭാഗം കനം വെച്ചത് അത് വേണ്ട. കുറച്ച് മൂപ്പൊക്കെ ആവാം. ഉള്ളു സോഫ്റ്റ് ആയിട്ടിരിക്കണാകുമ്പോ ടേസ്റ്റ് കൂടും. അതന്നെ നമ്മള് വാങ്ങിക്കണ വഴുതനങ്ങ വലിയ മൂത്തത് അങ്ങനെ കിട്ടാറില്ലല്ലോ.
വാങ്ങിക്കുമ്പോ ഇങ്ങനത്തെ വഴുതനങ്ങ വാങ്ങിക്കുമ്പോ ആ ചള്ളു ആയ് ചേട്ടൻ ചാണറക്കിയേക്കണ സ്ഥലം നോക്കിയേ. എവറസ്റ്റ് മറ്റേ ഈ ഹിമാലയം പോലെയുണ്ട് കിടക്കുന്നുണ്ട്. കാരണം അത് അതിന് നമ്മൾ കാണിച്ചു തരട്ടാ. ഹിമാലയം എന്താ അല്ല, ഉപമ നന്നായിണ്ട്. ഹിമാലയം അതല്ല, അതും ഇങ്ങനെ ഉയർന്ന കുന്നുകളായിട്ടേ നോക്കിയിട്ട് കാര്യമില്ല. ഒന്നും ഒലിച്ചു പോയിട്ടില്ല, ഒരു കുഴപ്പമില്ല. കണ്ടാ അതിൻ്റെയൊക്കെ അടുപ്പ് നോക്കിയേ. വലയെന്ന് പോയാലും കുളത്തില് ഒരിക്കലും പോയിട്ടില്ല. ഇത് ഇവിടെ ഫലഭൂയിഷ്ടമായി മാറി. കണ്ടാ കണ്ടത് ഇങ്ങനെ അതൊരു മല, ഇങ്ങനെ മല, ഇങ്ങനെ മല, പശ്ചിമഘട്ടം ഒരു ലോഡ് ചാണണ്ടായിരുന്നതാ. അതൊന്നും അതിനൊരു ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് ഈ പോലും പോവില്ല. അത് പയറൊക്കെ അടിപൊളി ചെയ്തി. കണ്ടാ അടിപൊളി ചെയ്തി. പയറ് ഒക്കെ നന്നായി വരുന്നുണ്ട്. മഴ പെയ്യാൻ മതി. അല്ല മഴ പെയ്യില്ലോ. അല്ല മഴ അതൊക്കെ പഴുത്താ. ഏത് ആ ചക്കകൾ നോക്കിയേ. ജഗ്ഗു കത്തിരുത്തോണ്ടേ ചക്കകൾ പഴുത്തു തോന്നു ഇവിടെ. അല്ലേടം പറഞ്ഞു ഇത് കത്തിയുണ്ട് അവിടെ ഉണ്ട് ബക്കറ്റില്. പഴുത്താ കളർ നോക്കിയേ. അതൊന്ന് എന്നാ മുറിക്കുക അത്. അപ്പൊ എന്തായാലും വന്നപ്പോ ഒരു ചക്ക ഇടാം. ഏതാ പഴുത്ത മൂക്ക് പോയി. ഏതാ മൂത്ത് അല്ല പഴുത്തിട്ടുള്ള വേണം. അല്ല എനിക്കിതിപ്പോ ഇട്ടിട്ട് എനിക്ക് താങ്ങാൻ കൂട്ടാൻ വയ്ക്കാം. അത്ര ടേസ്റ്റുള്ള ചക്കയില്ലാന്ന് തോന്നുന്നത്. ഞാൻ ഇതുവരെയായിട്ട് ഇത് കഴിച്ചിട്ടില്ല കേട്ടോ. ഈ ചക്ക കത്തിയതാ. എന്നിട്ട് മുഖത്ത് നിറയുടെ കോറി ഒരു സാധനം ഇരിക്കുന്നുണ്ട് ചേട്ടൻ്റെ കവളത്ത്. കത്തി പിടിക്ക്. ജഗ്ഗു പ്രത്യേക എന്നാ ചക്ക പിടിച്ച പ്രത്യേക അയ്യോ പിടിക്കടാ. ഇവിടെ വെച്ചോ നിലത്ത് വെച്ചോ. ഇടരുത് ഇടാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് മുറിച്ചിട്ടാ പോരെ. ഇട്ടില്ല അത് വെച്ചോളൂ. മൂത്ത് ഇതാണ്. എന്നിട്ട് സാധനം മൂത്തിരുന്നോടെ അത് അല്ല പ്ലാവിൻ്റെ ഒരു സാധനം. അപ്പൊ വഴുതിനിക്ക് വേറെ ചക്ക കൂട്ടാനാ വെക്കാം. അയ്യോ ഇതെന്തിട്ടത് അവിടെ ഇരിക്കട്ടെ ചേട്ടാ. അത് മുളഞ്ഞി പോട്ടെ. അതിപ്പോ വലിയച്ഛന് വേണമെങ്കിൽ വന്നിട്ട് ഇട്ടൂടെ. അല്ല ചേട്ടന് ചക്ക ഇട്ട് കൊണ്ട് കൂടെ അല്ലേ. വേണ്ടാന്നാ ഈ ചക്ക അത്ര ടേസ്റ്റ് ഇല്ല. ചാണകുഴിയാണോ വന്നപ്പോ ചക്കക്കുഴിയുണ്ട്. ഈ 5 എടുക്കാം നമുക്ക്. ഈ കറി വയ്ക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറയാനായിട്ടേ ഒരു 2, 3, 4 ചുമന്നുള്ളി, ഒരു തക്കാളി, ഇതും ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ വേപ്പിൻ്റെ ഇല പൊടിച്ചിട്ട് വരാം. അപ്പോൾ തക്കാളി, ചുമന്നുള്ളി, പിന്നെ ഈ വേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് വരണം. അപ്പം ഞാൻ അത് അരച്ചിട്ട് വരാം. ഞാൻ അരച്ചിട്ട് വരാം ചേട്ടാ. എന്താ ആയിക്കൊരു നീളം കൂടുതൽ? ഞാനിവിടെ ഈ വെണ്ടയുടെ ചൊറിഞ്ഞു നിൽക്കാം. വെണ്ടയിലാ വെണ്ടകളൊക്കെ മറിഞ്ഞു വീഴുന്നുണ്ട് കാറ്റത്ത്. മഴ പെയ്തപ്പോ അപ്പൊ അവർക്ക് അതിന് കെട്ടി നല്ല ഭംഗിയാക്കാൻ പോണത്. നമുക്ക് വെണ്ട വിത്ത് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തന്നെ വെണ്ട വിത്ത്. കണ്ട ഈ വെണ്ട ഒരെണ്ണം വിത്തിനായിട്ട് നിർത്തിയതാണ്. കണ്ട അയ്യോ അത് കളറൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, ഇത് നാശം ചെയ്താ. ഇത് നമ്മുടെ വെണ്ട വിത്ത്. കണ്ട ഈ വെണ്ട വിത്ത്. അയ്യോ ഉണ്ട് വെണ്ട വിത്ത് ഉണ്ട് ഇതിൽ. കണ്ട വെണ്ട വിത്ത്. ഇത് ചുവപ്പ് കളറുള്ള വെണ്ട കേട്ടാ. ഇതിൻ്റെ കയ്യോടെ ഇത് നോക്കിയാൽ മുളപ്പിച്ചത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇവിടെ ഈ ഇതുമ്മ വെണ്ടാമ നിർത്തിയിട്ടുള്ള ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഉണങ്ങില്ലേ ഈ സാധനം. അപ്പം തന്നെ ഇത് പാവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ അടിപൊളി വെണ്ട കിട്ടും. കണ്ട ആ പാവി ഇതാണിത്. ഇത് നല്ല ആരോഗ്യവന്മാരെ കണ്ട വെണ്ടക്കായി ഉണ്ടായി തുടങ്ങി. ഈ വിത്ത് കൈയോടെ കുഴിച്ചിട്ട് ആ സമയത്ത് കുറച്ച് നാളും കൂടിയും ഇങ്ങനെ വെറുതെ അന്തരീക്ഷത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്രയ്ക്ക് അങ്ങോട്ട് അങ്കുരന ശേഷിയിൽ മുളക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ വെണ്ട വിത്ത് നല്ലതാണ്. ഇതപ്പോൾ ഒരു സ്ഥലത്താണ് പാവി കൊടുക്കാം. കയ്യോടെ പാവി കൊടുക്കാം. ഇത്രയും വിത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വെറുതെ പാവി കൊടുത്താൽ മതി. കേട്ടോ അരച്ചൂട്ടാ. ഇതാ മാത്രമാണ് ഇതിലാകെപ്പാടൊരു പണിയുള്ളൂ. സുഖല്ലേ? തക്കാളി 2 ഉള്ളിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി വേപ്പിൻ്റെ ഇലയും ചേർത്ത് അരയ്ക്കുക.
തീ കത്തിച്ചിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അവിടുത്തെ കുറേ ചവറുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടു. ഇനി ഇതിന് മുകളിൽ മറ്റേ ഇതില്ലേ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ വള്ളികൾ നടണം. എന്നാൽ മധുരക്കിഴങ്ങ് മുഴുവൻ പറിച്ചല്ലോ, അതിന് വള്ളികൾ മുഴുവൻ അവിടെ കിടക്കുന്നുണ്ട്. അത് വെറുതെ നടാൻ തന്നെ പോണത്. അപ്പം അവിടെ മധുരക്കിഴങ്ങ് നടണേ. ആ ഇഷ്ടം പോലെ ചവറ്. ഈ മധുരക്കിഴങ്ങ് എനിക്ക് വളം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കരയില്ല. പാത്രം ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിടുന്നു. അയ്യോ ചൂടായിട്ടില്ലേ? അത് നല്ല സുഖം ഇങ്ങനെ ഇരുന്ന് പാചകം ചെയ്യാൻ ചേട്ടാ. ആ താങ്ക് യു. ഒരു സ്പൂൺ എടുത്താൽ മതി ജഗു. വെള്ളം കൊടുത്തോ. ഇത് ഓരോ ചെയ്യണതിനുള്ള പൈസയാണോ പറയണേ? റേറ്റ് കാശ് കുറെ ഉണ്ടാക്കില്ല മോൻ ഇന്നലേക്ക്. എല്ലാത്തിനും കണക്ക് പറയും. ചേപ്പിൻ്റെ ഇല ഇട്ടു. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ചു കൊണ്ടുവന്നതില്ലേ അത് ചേർക്കാം കേട്ടാ. അയ്യോ ആ അതൊക്കെ ഇതിൽ ചേർക്കും. ഈ മിക്സി ജാറ് കഴുകിയിട്ടേ വെള്ളം എനിക്ക് ഒഴിക്കാം നമുക്ക്. നിറയെ ചവറ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാട്ടാ. വെള്ളം കുടിക്കാൻ ചൂട് നമ്മൾ വിചാരിക്കാൻ പോലല്ല. കയ്യങ്ങളൊക്കെ വിറക്കിയ കിടന്ന്. മഴക്കാലം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അല്ലേ? ഇത് മൂത്തതാ. മൂത്തെടുക്കണ്ട, മൂക്കാത്തിരിക്ക്. ഇത് മൂത്തതാ. അത്ര വലിയ കുഴപ്പമില്ല. മൂത്തതാ. അപ്പൊ അതിനുള്ളില് കുരുണ്ടാവാൻ പാടില്ലേ? അല്ല ഒരു അത്ര വലിയ കുഴപ്പമില്ല. ആരാ പറഞ്ഞിട്ട് പാടുതനിങ്ങ കുലം കുത്തിൻ്റെ അവിടെ നിന്ന് അപ്പോഴൊരു കടയുള്ളൂ ഇല്ലേ? ശരിക്കും മൂക്കാത്ത വഴുതനങ്ങയാണ് കേട്ടോ വേണ്ടത്. ഇത് വഴുതനങ്ങ അല്ല ചേണ്ടേ? അല്ല ഇവിടെ അല്ല തണുത്ത വഴുതനങ്ങ, തളിർത്ത വഴുതനങ്ങ ഉണ്ടോ നോട്ടെ അവിടെ. നമ്മൾ ഈ അരിഞ്ഞ സാധനം ഇതിലേക്ക് ഇടുകയാണ് കേട്ടാ. കഴിഞ്ഞു എന്ത് പരിപാടി? ഞാൻ പറഞ്ഞില്ലേ സിമ്പിൾ കൂട്ടാനാന്ന്. മൂടി വയ്ക്കണ? ഇത് മൂടി വയ്ക്കുക. ഇതിനെ നമുക്കിനി വരട്ടി എടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഇപ്പൊ ഭംഗിയായിട്ട് പോട്ടെ. ഇത് മൂടി വയ്ക്കാട്ടാ. കുറച്ച് ദിവസമായിട്ടേ കളക്കിൽ കുറവാ. ഈ മഴ ഈ കാലാവസ്ഥ ഇങ്ങനെ കാരണേ ഇത് നേരം കിട്ടിയില്ലേ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ അഭിനയിക്കുന്ന നാടക തൃശ്ശൂര്. ആ കനി തിന്നരുത്. ശ്രീകണ്ഠൻ നായരുടെ. ഏത് കനി? ആ കനി. അതേതാന്ന് തിന്നാൻ പാടില്ലാത്ത കനി? അത് ശരിക്കും ബൈബിളിലുള്ളതല്ലേ? ദൈവം ആദത്തിനോട് ഹവ്വോടും പറയണത് തിന്നരുതെന്നല്ലേ? അപ്പൊ ഇന്ന് റിഹേഴ്സലുണ്ട്, 2 മണിക്ക് റിഹേഴ്സലുണ്ട്. പ്രേമനാണ് ഡയറക്ഷൻ. അഭിനയിക്കുന്നുണ്ട്. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കളിക്കുന്ന സമയത്ത് രംഗോത്സവത്തിലാണോ കളിച്ചന്ന്? അത് വെറുതെ കളിച്ച അവിടെ. ഈ നാടകം സാൻഡ്വിച്ച് രീതിയിലാണ് കളിക്കുന്നത്. അല്ല ഇപ്പൊ സാൻഡ്വിച്ച് അല്ല, അന്ന് കളിച്ചത് സാൻഡ്വിച്ചാണ്. അതാണ് ഈ ഞങ്ങൾ നാടകം അവിടെ റിഹേഴ്സൽ ചെയ്തില്ലേ. അപ്പൊ അവിടുന്ന് ഇവിടെ നോക്കിയിട്ട് ഓരോരുത്തരെ തലരെ പിൻവശം. ഈ നാടക തിയേറ്റർ എന്ന് പറയുമ്പോഴേ
നാടകം എന്ന് പറയുമ്പോൾ കുറേ ടൈപ്പ് ഉണ്ട്. ഈ സാൻഡ്വിച്ച് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രലായിരിക്കും സ്റ്റേജ്, അപ്പുറത്തും ഇപ്പുറത്തും കാണികൾ ഇരുന്നിട്ട് നാടകം കാണും. നമ്മൾ സാധാരണ ഇപ്പോൾ ഫ്രണ്ടിൽ സ്റ്റേജ്, ആളുകളെല്ലാവരും അങ്ങടെ അഭിമുഖമായിട്ട് ഇരുന്ന് കാണുന്നതിനെ പ്രൊസീനിയം എന്ന് പറയും. അപ്പോൾ പ്രേമേട്ടന് ഈ പ്രൊസീനിയത്തിനോട് താല്പര്യമില്ല. ഒന്നുകിൽ സാൻഡ്വിച്ച്, മിക്കവാറും സെൻറ്ററിൽ സ്റ്റേജ്, ചുറ്റും കാണികളിരിക്കണത്, ആ രീതിയാണ് ആൾക്ക് ഇഷ്ടം. അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ ചുറ്റും ഇപ്പം ഇപ്പുറത്തെ സൈഡിൽ നിന്നും അപ്പുറത്തെ സൈഡിൽ നിന്ന് ആൾക്കാർ എന്നിട്ട് സെൻറ്ററിൽ കളിക്കുമ്പോൾ നടുവിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കാണികൾക്ക് ഇയാളുടെ മുഖം കാണാനോ എക്സ്പ്രഷൻസോ ഇവർ ഡയലോഗ് പോലും മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക, അവിടെയാണ് മൈക്ക് ഉണ്ടാവുക. അപ്പൊ അവിടെ നിന്നുള്ള ആൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടോ, ആ ആള് പറയണത് അപ്പുറത്തിരിക്കുന്നവർക്കും കാണാൻ പറ്റില്ല. അപ്പൊ ചില നാടകങ്ങൾക്ക് അത് സാൻഡ്വിച്ച് ആയിരിക്കും നന്നാവുക, ആ നാടകത്തിന്റെ പ്രത്യേകത വെച്ചിട്ട്. അപ്പം അത് നന്നാവും. പക്ഷെ എല്ലാ നാടകവും പ്രേമേട്ടൻ അങ്ങനെ കളിക്കുള്ളൂ. നമ്മൾ അന്നത് കളിക്കുമ്പോൾ തന്നെ പ്രേമേട്ടനോട് പറഞ്ഞു പ്രൊസീനിയം മതി പ്രേമേട്ടൻ, അതാ നല്ലത്. പക്ഷേ അങ്ങനെ ചെയ്തില്ല. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നാടകം കളിക്കണ സമയത്ത് ആകെ കൺഫ്യൂഷൻ. ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണോ പറയണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ കഥാപാത്രങ്ങൾക്കും വരും. ഡയലോഗ് മിസ്സാവും, അങ്ങനെയൊക്കെ വരും. കാരണം കാണികളൊക്കെ നമ്മുടെ മുഖത്ത് നിൽക്കുമ്പോ അല്ല അവിടെ നോക്കി നിൽക്കുമ്പോ ചിലപ്പോ നമ്മള് ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞേ ഇവിടെ ബാക്കിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ആകെ കൺഫ്യൂഷൻ. കുറെ പേർക്കൊന്നും ഡയലോഗ് തിരിഞ്ഞൂല്ല. പിന്നെ പറയുമ്പോ ഇങ്ങനെയല്ലേ പോവാ, അവിടേക്കല്ലേ പോവാ, ഇങ്ങോട്ട് പോവില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ പിന്നെ ചുറ്റും നിറച്ച് സൗണ്ട് ബോക്സ് ഒക്കെ വെച്ച് അതുപോലെ സറൗണ്ട് സൗണ്ട് ഒക്കെ മൈക്കും സിസ്റ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്നവർക്കും കേൾക്കും. ഇത് അവിടെ ബ്ലാക്ക് ബോക്സിൽ അതൊന്നും ഇല്ല, മൈക്കൊന്നും കറക്റ്റ് അല്ല അവിടത്തെ. എന്നിട്ട് ഈ നാടകം ഇപ്പോ കളിക്കുന്നത് പ്രൊസീനിയാണ്. അതായത് കഴിഞ്ഞിട്ട് 2 വട്ടം സാൻഡ്വിച്ച് കളിച്ചിട്ട് 1 വട്ടം നമ്മുടെ നിർബന്ധപ്രകാരം പ്രേമേട്ടൻ പ്രൊസീനിയം കളിച്ചപ്പോഴാണ് ആളുകളിലേക്ക് ആ നാടകം എത്തിയതും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. അപ്പോഴാണ് പ്രേമേട്ടൻ പ്രൊസീനിയം മതിയായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നാളെ കളിക്കണത് പ്രൊസീനിയമാണ്. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാലേ ബ്രെഡ് കണ്ടില്ലേ, ബ്രെഡിൻ്റെ നടുവിലത്തെ മസാലക്കൂട്ടാണ് ഈ നാടകം കളിക്കുന്ന കഥാപാത്രങ്ങൾ. ഈ ബ്രെഡാണ് അപ്പുറത്തിരിക്കുന്ന ബ്രെഡാണ് കാണികൾ. അതൊക്കെ മനസ്സിലായി. പ്രൊസീനിയം പറഞ്ഞ പ്രൊസീനിയത്തിൻ്റെയൊക്കെ ഞാൻ മറന്നു. ശരി, ഞങ്ങൾക്ക് പഠിപ്പിച്ചു കുറെ കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും അറിയണ സാധനം ചേട്ടനും അറിയാലേ. അല്ലടി ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ടി എബ്രഹാം സാറ് ക്ലാസ് എടുക്കുമ്പോൾ, എബ്രഹാം സാറല്ല, ജോയ് പോൾ മാഷ് ക്ലാസ് എടുക്കണ്ടായിരുന്നു നാടകത്തിൻ്റെ കുറിച്ചിട്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ട് അത് സാധാരണ നമ്മൾ നാടകം കളിക്കുന്ന നാട്ടിൻ പുറത്തുകാരോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? അതായത് ഒരു വ്യക്തി നിൽക്കുന്ന സ്ഥലം, ഒരു നാടക അഭിനേതാവ് കഥാപാത്രം കൂട്ടാളക്കാൻ പോവാ, കൂട്ടാളക്കോ ചേട്ടൻ നാടകത്തിന്റെ ക്ലാസ് എടുത്ത് വരുമ്പോഴേക്കും കൂട്ടാൻ കരിഞ്ഞു. എന്നിട്ട് ബാക്കി പറയാം. വെള്ളമൊക്കെ വറ്റി വന്നു തുടങ്ങിട്ടാ. ഇതിനെ ഉടയ്ക്കാം. ഓക്കെ, ഇനി പറഞ്ഞോ. അബ്രഹാം സാർ എന്ത് പറഞ്ഞു? ജോയ് പോൾ മാഷ് പറഞ്ഞേ. ജോയ് പോൾ മാഷാണ് നാടകം കളിക്കുന്ന ഒരു കഥാപാത്രം. ഇപ്പൊ ഞാൻ നാടകം കളിക്കുന്ന ആള്, ഒരു അഭിനേതാവ്, നായകൻ. അപ്പൊ ഞാൻ അഭിനയിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങള് നമ്മുടെ സാധാരണ നമ്മളിപ്പോ ഈ അരവിമംഗലത്തിൽ നാടകം കളിച്ചില്ലേ, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അവരിപ്പോ സൺഡേ ബാച്ചിന് ചേരാണെങ്കിൽ അവർക്ക് ഈ സാറുമാര് ക്ലാസ് എടുക്കില്ല, അപ്പൊ അവർക്ക് മനസ്സിലാവില്ലേ. അതായത് എന്തൊക്കെയാന്ന് പറയുന്നറിയോ, നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്, അതായത് ഏഷ്യയിലാണോ ആഫ്രിക്കയിലാണോ അമേരിക്കയിലാണോ എവിടെയാണോ? അപ്പൊ ഏഷ്യയിലല്ലേ? ആ ഏഷ്യയിലത്തെ എവിടെയാണ്? ഇന്ത്യയിലാണോ യു എയിലാണോ? അതായത് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. ചേട്ടൻ നാടകം കളിക്കുന്നു, ചേട്ടൻ നിൽക്കുന്ന അജു എന്ന് പറയുന്ന ആള് നിൽക്കുന്ന സ്ഥലമാണോ, അതോ ചേട്ടൻ ഏത് ക്യാരക്ടറായിട്ടാണ് കഴിഞ്ഞിട്ടില്ലെന്ന് ക്യാരക്ടർ എന്തെങ്കിലാവട്ടെ. അപ്പൊ ഞാൻ നിൽക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് നിൽക്കുന്നത്? മധ്യപ്രദേശിലാണോ കേരളത്തിലാണോ? കേരളത്തിലെവിടെയാണ്? തൃശ്ശൂരാണ്. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ എവിടെയാണ്? ഇന്ന സ്ഥലത്ത്. അപ്പൊ നമുക്ക് ഈ കഥാപാത്രത്തിന് ഉണ്ടാവുന്ന ബോധങ്ങളാണ് പറയുന്നത്. നമ്മുടെ കഥാപാത്രം പറയുന്നത് കേട്ടാ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണം എന്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്, അതായത് നമ്മുടെ വിചാരങ്ങളൊക്കെ മാറും. നമ്മൾ ഇറച്ചി ആണ് കഴിച്ചത്, ഇറച്ചിയും പൊറോട്ടയും ബീഫാണ് കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ വേറൊരു രീതിയായിരിക്കും. ആ സമയം കഞ്ഞെല്ലാം കുടിച്ചിട്ടാണ് വന്നിട്ട് നാടകം അഭിനയിക്കാൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ രീതിയായിരിക്കും. മനസ്സിലായ?
രാവിലെയാണ്, ഉച്ചയ്ക്കാണ്, വൈകുന്നേരമാണ് ഈ കഥാപാത്രം അവിടെ നിൽക്കുന്നത്. ചിന്തകൾ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കണ, മനസ്സിലായ നമ്മുടെ പ്രായം. പക്ഷെ അത് എന്തൊക്കെ തന്നെ ആയാലും നമ്മളെന്ന് പറഞ്ഞ വ്യക്തിക്ക് പ്രാധാന്യം ഇല്ലല്ലോ. നമ്മളൊരു ക്യാരക്ടർ ഇയാൾ എന്ത് ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ എവിടെ നിന്നാലും, അതായത് ആഫ്രിക്കയിൽ നിന്ന് പെരുമാറുന്ന ചേട്ടൻ വയറ് നിറച്ച് അമേരിക്കയിൽ നിൽക്കുന്ന പെരുമാറുന്ന ആളും വ്യത്യാസം ഉണ്ടാവും. പിന്നെ എല്ലാവരും ബഹുജന പലവിധല്ലേ. അപ്പൊ അല്ല അങ്ങനത്തെ കൊറേ കാര്യങ്ങള് ആറ്റിക്കുറുക്കി പഠിച്ചിട്ട് വേണേ കഥാപാത്രം അവിടെ നിക്കണെങ്കിൽ. നിന്നോട് മറ്റേ നാടകത്തില് അല്ല, നിന്നോട് ആ നാടകത്തില് അഭിനയിക്കാൻ നാടകത്തില് മാർത്തേര കണ്ണാടത്തില് മാർത്തയുടെ കണ്ണട എന്ന് പറഞ്ഞിട്ടുള്ള നാടകത്തിൽ ഞാൻ അഭിനയിച്ചു. ഞാൻ നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ പറയും. ഞാനൊരു സുവിശേഷക്കാരിയായിട്ട് അഭിനയിച്ച സുവിശേഷക്കാരിയും തൊട്ടാ ചെയ്യണ്ടേ. ഗിരീഷ് അവര് പറഞ്ഞു തന്നു, അതുപോലെ ഞാൻ ചെയ്തു. ആ സമയത്താണ് ഒരു വലിയൊരു നാടക ആക്ട്രസ്, ഒരു നടി വന്നേ. അതായത് മറ്റേ സ്കൂൾ ഡ്രാമയിലൊക്കെ പഠിച്ചിട്ടുള്ള വലിയ ആക്ട്രസ് ആണ്. ദീപൻ ശിവരാമന്റെ ഒക്കെ നാടകത്തിൽ അവര് വേൾഡ് ടൂറൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ലോകം മുഴുവൻ നാടകം അവതരിപ്പിച്ച അവര് ചൈനയിലേക്ക് ഒരു പോവാൻ നിൽക്കുക. അതിന്റെ നാടകം അവര് പ്രാക്ടീസ് ചെയ്യണതിന്റെ ഇടയിലാണ് ഈ നാടക റിഹേഴ്സൽ കാണാൻ വന്നത്. ഈ നാടക റിഹേഴ്സൽ നമ്മുടെ റിഹേഴ്സൽ കുറച്ച് നേരം കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ക്യാരക്ടർ മേരി എന്ന് പറയുന്ന ഒരു പ്രൊഫസറാണ് ഈ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ. ഭയങ്കര വിദ്യാഭ്യാസമുള്ള, അതായത് കോളേജിൽ ക്ലാസ് എടുക്കുന്ന സുവോളജി പ്രൊഫസറാണ്. പക്ഷേ രാത്രി സമയങ്ങളിലും ബാക്കി സമയങ്ങളിൽ ഇവർ സുവിശേഷം ഇതിനായിട്ട് ഇറങ്ങും. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ഈ കഥാപാത്രം ആവുന്നതിനേക്കാളും മുമ്പ്, ഞാൻ ഈ കഥാപാത്രം ചെയ്യണതിനേക്കാളും മുമ്പ് ഞാൻ ആദ്യം മനസ്സിലാക്കണം ഈ മേരി എന്ന് പറഞ്ഞ കഥാപാത്രം, ഈ മേരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെറുപ്പകാലം എന്തായിരുന്നു, ഇവർ ജനിച്ച് വളർന്നു വന്ന സാഹചര്യം എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം അത്ര ചെയ്യാനായിട്ട്. ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഞങ്ങളീ പഠിപ്പിച്ചോടുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മള് നമുക്ക് ഭാര്യയുണ്ടോ കുട്ടികളുണ്ടോ, അപ്പൊ നമ്മുടെ അത് ഭാര്യ. അതാ ചേട്ടനോട് ഞാൻ പറഞ്ഞേ, അഭിനയിക്കുന്ന ആള് അമേരിക്കക്കാരനാണോ ഇന്ത്യക്കാരനാണോ എന്നല്ല വിഷയം, അല്ലെങ്കിൽ ഭക്ഷണം ക്യാരക്ടർ എന്താന്ന് അതാ ഞാൻ ചോദിച്ചത് നേരത്തെ. അതെ, ക്യാരക്ടർ എന്താണ് ചേട്ടൻ. ഞാൻ പറയാം, ചേട്ടൻ വയറ് നിറച്ച് ഭക്ഷണം സദ്യ ഉണ്ടിട്ടാവും നിൽക്കണ്ടാവാ. പക്ഷെ ചേട്ടൻ അഭിനയിക്കുന്ന ക്യാരക്ടർ ചിലപ്പോ 4 ദിവസമായി പട്ടിണി കിടക്കുന്ന ക്യാരക്ടറിനെയാണ് ചേട്ടൻ അവതരിപ്പിക്കണ്ടേ. അപ്പൊ ആ ക്ഷീണം എന്താ ഇനി പറഞ്ഞത് ക്യാരക്ടർ. നീ പറഞ്ഞത് ക്യാരക്ടർ എവിടെയുള്ള അമേരിക്കക്കാരനാണോ റഷ്യക്കാരനാണോ ഇവിടുത്തെക്കാരനാണോ അങ്ങനെയാണോ പറഞ്ഞ ചോദിച്ചില്ലേ നേരത്തെ. അതെന്റെ ഞാൻ അങ്ങനെ എന്തിട്ട് പറഞ്ഞ ഇവിടെയാണ് കുഴപ്പം പറ്റിയത് എനിക്ക്. ക്യാരക്ടർ ഏതാണെന്ന് അഭിനയിക്കുന്ന ആളെ അല്ലടി, ക്യാരക്ടർ ഏത് ആളാണ് അറിയണം. അയാള് അങ്ങനത്തെ അയാളെ എല്ലാ വക കുന്തങ്ങളും അറിയണം. അയാളെ ജോലി, അയാള് വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, അല്ലാത്ത ആളാണോ നാട്ടിൻപുറത്തുകാരനാണോ, എന്നാലാണ് നമ്മുടെ ആ ലാംഗ്വേജ് അയാൾ അത് കറക്റ്റ് ആവുള്ളൂ. അല്ലാണ്ട് ചെറുപ്പം തൊട്ട് ജീവിച്ചു വളർന്ന സാഹചര്യം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങള് പഠിച്ചിട്ട് വേണം നമ്മളൊരു കഥാപാത്രമായിട്ട് ആവണമെങ്കിൽ. എന്താ മോനെ? അപ്പൊ അങ്ങനത്തെ നാടകത്തില് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞില്ലേ, അതായത് നമ്മളെ ഭ്രാന്താവും തലക്ക് അല്ലേ. എന്നെ വർഗീസ് ഭാഷ ആദ്യം കാണുവാണ് പറയും എന്നോട് സൺഡേ ബാച്ചിൽ ചേരാൻ, പുതിയ ബാച്ചിൽ ചേരാൻ എന്നോട്. എനിക്ക് നാടകത്തെ കുറിച്ച് താല്പര്യമില്ല. അല്ല, എനിക്കൊരു നാടകത്തെ കുറിച്ച് ഒരു ചുക്കറിയില്ല കേട്ടാ. ഒരു മിനിറ്റ്, ഞാൻ അളക്കാം. അടി പിടിച്ചാ ശരി, എടുത്തിക്കോ. അടിപൊളി. അപ്പൊ കൂട്ടാൻ സെറ്റ് ആയിട്ടാ. ഇതിലേക്ക് ഇനി ഒരു ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. വേപ്പിൻ്റെ ഇട്ടു മതി, മൂടി വയ്ക്കുന്നു. അടിപൊളി കഴിഞ്ഞു. കൂട്ടിയിട്ട് നന്നായിട്ട് ചോറിനാൻ പറ്റുന്ന പറഞ്ഞ. ഫുഡ് തീരുമാനിച്ചല്ലേ ചേട്ടാ? ഫുഡ് എന്നിട്ടൊക്കെയാണ് തീരുമാനിച്ചാ? റിട്ടയർമെന്റിന്റെ ഫുഡ് എന്നിട്ടാണ് തീരുമാനിച്ചോന്ന്? എന്നിട്ട് ബിരിയാണിയാ? ആ സമയത്ത് അവനോട് ചോദിക്കുന്നു, തുന്തുരിനോട്. അതെ, പാർട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഭക്ഷണം തൊട്ടാണ്. 30-ാം തീയതി ആണല്ലോ പരിപാടി. അപ്പൊ തുന്തുരുവിന്റെ അടുത്താണ് എല്ലാം ചേട്ടൻ ഫുഡ് ഏൽപ്പിക്കണത്. കൊറേ പേർക്ക് ഉണ്ടാവും. ഇനി 25 ദിവസം കൂടി ഉള്ള റിട്ടയർ ആയില്ലേ? വള്ളി നടാം, വള്ളി മുറിക്കാം. നമ്മുടെ കടങ്കോരല് കഴിഞ്ഞു. വെയിലത്ത് സഹിക്കാൻ പറ്റി അവിടെ നിൽക്കാനായിട്ട് ഞാൻ കുറച്ച് വള്ളി ഇങ്ങനെ എടുത്ത് വലിച്ചുകൊണ്ട്. സുഖല്ലേ? ഇതാണ് നമ്മുടെ വള്ളി. ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാ
സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുക ചുമ വന്നിട്ട്. അല്ല എന്തിനാ എൻ്റെ ഒപ്പ് ചേട്ടനേന്ന്? ആ അല്ല ചേട്ടൻ വന്നല്ലോ. ആ ആ അത് മതി. ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇതുവരെയ്ക്കും എന്തിട്ടൊക്കെ വേണ്ടേന്നേ. അതൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇല്ലേ ഈ ബിരിയാണിന്നില്ല വല്ല വെള്ളപ്പ പൊറോട്ട എന്തിട്ടാണെങ്കിൽ 2 തരം ഇറച്ചിയും അവനോട് പറയാം. വേണമെങ്കിൽ ഒരു കുറുമക്കറി അത്രയ്ക്ക് മതി അല്ലേ? ആ മതി. എന്തുട്ടായാലും കുഴപ്പമില്ല. അല്ല എന്തുട്ടായാലും കുഴപ്പമില്ല. ആരാ മരിച്ചത്? എവിടെ? അല്ല എൻ്റെ കൂട്ടുകാരൻ. ആ അത് പെൻഷൻ പറ്റിയവനാ. ഒരു 1.5 കൊല്ലം ഉണ്ടായിട്ടില്ല. ഈ കൊട്ടിലൂരുള്ള എന്ന് മരിച്ചു? മിഞ്ഞാന്ന്. അല്ല ഇന്നലെ. എങ്ങനെയാ മരിച്ചതെന്ന്? ആൾക്ക് എന്തൊരു ഇന്ന് പറയുമ്പോ കിഡ്നിക്ക് എന്തൊരിക്കാണ് മരിച്ചു തന്നായല്ലോ. ഈ അസുഖം വന്നിട്ട് പിന്നെ ഈ ആശുപത്രി കിടന്ന് ഈ വയറ്റിലേക്ക് ഈ വെള്ളം വന്ന് നിറഞ്ഞ് പിന്നെ ട്യൂബ് ഇട്ട് വലിച്ച കളയിലേക്ക് എന്തോരം പ്രായം? 2 കൊല്ലം മുന്നല്ലേ റിട്ടയർ ചെയ്തേ? അതെ. അപ്പോ 62 വയസ്സാണല്ലോ. അതെന്തുന്നെ വള്ളിയാ? ഇത് മധുരക്കിഴങ്ങിന്റെ വള്ളി. അത് ഞാൻ നടില്ല തളം കോരിട്ട്. അപ്പൊ അത് കഷ്ണങ്ങളാക്കിയിട്ട് നടണ്ടേ. അപ്പൊ ഞാൻ തമാശയും മിഞ്ഞാന്ന് ആ ബുധനാഴ്ച ഒരുത്തം വന്നിട്ട് പറഞ്ഞേ ആ വിജയൻ സുഖിലാണ്ട് എടുക്കുക. അപ്പൊ ഞാൻ വേറെ ഒരുത്തം പെൻഷൻ പറ്റി വന്നിട്ടുണ്ടായിരുന്നു അവിടെ ആൾക്കാർ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊന്നും പിന്നെ ഈ 2 കൊല്ലം കൂടി കിട്ടില്ലേന്ന്. പെൻഷൻ പറ്റിയവരല്ലേ 2 കൊല്ലം വിളിക്കും പോണത്. അല്ല അവൻ കുറച്ച് ദിവസം ഒരു 2-3-4 കൊല്ലമായിട്ട് പണം തുടർന്നില്ല ചേട്ടാ. നന്നായി പണം തട്ടുള്ള ആളിങ്ങനെ ഇരുന്ന് അതുവരെ പശുവുണ്ട്. അപ്പൊ ആള് ഫുൾ ടൗണിൽ നിന്നാ അല്ലെങ്കിൽ എനിക്കും കാണുന്നിടത്ത് ഈ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നതിന്റെ ചണ്ടി ചാക്കിലാക്കി പശുവിനെ കൊണ്ടുവരലും പശുക്കിന്റെ നടന്നു. അപ്പൊ ഈ പണിയുണ്ട് പശുവുണ്ട്. അപ്പൊ പിന്നെ ഒന്നുമില്ലാണ്ട് നിർത്തി. മകനെ എന്നിട്ടാ മിലിറ്ററിയിലാണ്ട് ജോലി കിട്ടി. അങ്ങനെ വേറെ ഒരുത്തിന് വേറെ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇനി അച്ഛൻ പണിക്ക് പോകണ്ട, വീട്ടിലത്തെ പശു നിർത്തി അത് നിർത്തി. പിന്നെ 2 അടിക്കും. വെറുതെ ഇരിക്കില്ല അടിയിലും. അപ്പൊ പണിയെടുക്കാൻ നല്ലത്. അതല്ല ഞാൻ പണി വാങ്ങിച്ചോണ് കൊക്കാല. അല്ല ചേട്ടാ റിട്ടയർ ചെയ്തു ചേച്ചിട്ട് ഇവിടെ 24 മണിക്കൂറും നിങ്ങൾ ഇനി കാണാനൊന്നും പോണില്ല ചേട്ടാ. എല്ലാവരും വിചാരം ഇനി ഫുൾ ടൈം നമ്മുടെ വ്ളോഗിലല്ല ചേട്ടൻ നിറഞ്ഞു നിക്കുന്ന. അല്ല ചേട്ടാ കൊക്കാല പോവും. അളിയന്റെ പണിയുണ്ട്. പക്ഷെ അത് പൊട്ടയല്ലേ? മറ്റേ സിമെന്റ് ആവില്ലേ കൂടുതല്? സിമെന്റ് ഒന്നുമില്ല. വളം ഗോതമ്പക്കിന് കുഴപ്പമില്ല. വളം ഭയങ്കരമാണ് വണ്ടിന്ന് കേട്ടാൻ. എന്തിട്ട് വളാ? അത് ബാഗിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴേ വായു ഉണ്ടാവില്ലല്ലോ. പ്രത്യേക മണാണ് അത്. ചൂടുണ്ടാവില്ല ഭയങ്കര. ചൂട് പിന്നെ നമ്മളിത് നോക്കിട്ട് കാര്യമില്ല. ആ കട്ടന് കട്ടന്ന് പറഞ്ഞാ ഈ പുത്തിരി ഒന്നല്ല, ചില്ലറയാണോ ചൂട്? ഒരു മണത്തിന്റെ ഒരു ഇത് വരും മാത്രം. നേരെ ഇതിന്റെ ഉള്ളിലേക്ക് എത്തിട്ടേ 4 ഡോർ അടഞ്ഞെടുക്കുമ്പോ ഭയങ്കര വായു എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലേ. അതേപോലെ ഈ ബിലാസ്പൂർ അങ്ങനെ ഇങ്ങനെ പല സ്ഥലങ്ങളും FACT വരുന്നതുണ്ട്. അങ്ങനെ പല സ്ഥലത്തുണ്ടല്ലോ വളം ഉണ്ടാക്കണത്. ഞാനിങ്ങനെ വള്ളി ആക്കി അതൊന്നും കുഴപ്പമില്ല. കൃഷിപ്പണിക്കാരെ കയ്യില് മണ്ണല്ലാണ്ട് പിന്നെ എന്തിട്ടുണ്ടാവുക? അയ്യോ വേറെ ഒരു പിഞ്ഞാണത്തിലേക്ക് വേണ്ട. കറിക്ക് ഇപ്പൊ നമുക്ക് ഇറച്ചിയുടെ ഗുണൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതന്നെ അതിൻ്റെതായ ഒരു തന്നെ. അത് സിമ്പിൾ ആയിട്ടൊരു സാധനം. 5 മിനിറ്റ് ജഗുവിനോട് ചോദിച്ചു ഈ ചോറിന് ഈ വഴുതിനി കറിയാണോന്ന് ചോദിച്ചു ജഗുവിനോട്. സാമ്പാർ വെച്ചിട്ടുണ്ട് രാവിലെ. അപ്പൊ അവിടെയാണ് ഞാൻ ബുധനാഴ്ച 1 കിലോ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പകുതി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ്. അപ്പൊ കായിന് കൂടുതൽ. ഞാൻ ജഗുവിനോട് പറഞ്ഞു കായ കൂടുതലുണ്ട്, വേണമെങ്കിൽ ചോറിനായിരുന്നോന്ന് പറഞ്ഞു. വെന്തിട്ടില്ലേ? വേണമെങ്കിൽ നീ പോണ്ട, നീ വേണമെങ്കിൽ ഇത് കഴിച്ചോ, അല്ലെങ്കിൽ നിനക്ക് അല്ല വഴുതനങ്ങ കൂട്ടി ചോറിനുണ്ട്, വേണമെങ്കിൽ ബീഫും കായും കൂട്ടി ചോറിനോളാൻ പറഞ്ഞു. അല്ല ഇവിടെ നമ്മളിവിടെ ഉണ്ടല്ലോ, പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ചായ വായില്ല ഇനി പങ്കിട്. ചായവല്ല സീമ പറഞ്ഞു ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല, ഒരു തുണ്ട് ഇറച്ചിയും ഒരു കുന്ന് കായും നമുക്ക് വേണ്ട.
ഈ വള്ളി നടട്ടെ. ആ വാഴ കടയ്ക്കും പറിച്ചളഞ്ഞൂടെ അത്. ഏതാ ആ നിറച്ച് നിക്കണതാ? ആ കന്നിന് വരെ ഉപയോഗിക്കാൻ പറ്റില്ല. അല്ല അത് മറ്റേ സാധനത്തിന് എന്തിന് കല്ലയാ? കല്ലയ്ക്ക് പറ്റും. അല്ലെങ്കിൽ ഈ ആൾക്കാർ ഇങ്ങനെ നിർത്തുക ചെയ്യുക, കൈയോടെ പറിച്ചു കഴിഞ്ഞാൽ അത് പറിച്ചെടുത്തിട്ട് അല്ല അപ്പം ഞാൻ ഇത് നടട്ടെ. ഇത് വെറുതെ എങ്ങനെയുണ്ട് നട്ടു പോകട്ടോ. അത് പപ്പക്കായ പപ്പ പോയില്ല, പോയി. എല്ലാ പപ്പയും പോയി, അവിടത്തെയൊക്കെ പോയി. അത് പോയി, 2 എണ്ണം പോയിട്ടില്ല. ഇത് അവിടെ നിക്കണ പോയി. അവിടുത്തെ പോയിട്ടില്ല. അത് പോയിട്ടില്ല. ചവറാണ് കൂടുതൽ. മണ്ണിട്ട് കൊടുക്കണം. ഏതാണ്ട് കാര്യമില്ല. ചെറണ്ടിക്കും പോയി. ആ എന്നിട്ടായിരുന്നു ആ ഒരാഴ്ചത്തെ മഴ. ചെറണ്ട 2 എണ്ണം നന്നായിട്ടുണ്ടായി കിടന്നു. അത് പോയാ? ഇവിടെ നിന്നത് ഭാഗ്യം, ഇതിനൊന്നും പറ്റിയില്ല. കഴിഞ്ഞു. അങ്ങനെ മധുരക്കിഴങ്ങ് കടൽ കഴിഞ്ഞു. നമ്മളിത് ഭക്ഷണം കഴിക്കേണ്ടത് വീട്ടിൽ നിന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഈ സാധനം കൂടിയിട്ട് എങ്ങനെ ഇടുന്ന അറിയണ്ടേ. ചോറ് നോക്കിയിട്ടിരിക്കുക. കുളിച്ച് കസവും കൊണ്ടൊക്കെ കൊടുത്തിട്ട് ചേട്ടൻ ഇരിക്കണ നോക്കിയേ. അതായത് വളരെ ലളിതമായിട്ടുള്ള ഇതാന്ന് പറഞ്ഞിട്ട് കൂട്ടാൻ, സിമ്പിൾ കൂട്ടാൻ. അതാണ് ഈ കൂട്ടാൻ. സിമ്പിൾ തന്നെയാ. അല്ല ആ കൂട്ടാൻ സിമ്പിള്. ഇത് കണ്ട ചിക്കൻ ഫ്രൈ ചെയ്ത് നല്ല പോലെ മൊരിച്ചെടുത്ത സാധനമാണ്. ഇത് ഇന്നലത്തെ ചേട്ടാ. സാമ്പാർ ഇന്ന് കാലത്തെയാണ്. പപ്പടം, ചോറ്. ഇത് അല്ല അത് പറഞ്ഞല്ലോ, അത് ഇന്നുണ്ടാക്കിയ കൂട്ടാൻ. ഇപ്പന്നെ ഉണ്ടാക്കിയത്. ഇത് ലളിതമായിട്ടുള്ളൊരു സാധനം കേട്ടോ. എനിക്ക് അതിന്റെ ടേസ്റ്റ് ആണ് അറിയണ്ടേ. അത് വേണമെങ്കിൽ കാണുമ്പോ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഇത്തിരി എടുത്ത് നോക്കുന്നുണ്ട് കേട്ടാ. അതെ ഇടയിൽ കൂട്ടാനായിട്ടാണ്. ചോറും കൂട്ടി തിന്നാൻ പറ്റില്ല. നോക്കട്ടെ, ഒരു കുഴപ്പമില്ല, രസമുണ്ടല്ലോ. ചോറ് കൂട്ടി തിന്നുമ്പോ ഒരു കുഴപ്പമില്ല. അടിപൊളി. പപ്പടം കൂട്ടി നോട്ടെ. എന്തുടയാണെന്ന് വെച്ചോണ്ടത്. ഇത്രയും ചിക്കൻ മുഴുവൻ ഞാൻ കഴിക്കില്ല ചേട്ടാ. സരിതിക്കും ജഗുവിനും കൂടിയിട്ടാണ്. പപ്പടം കൂട്ടി അടിക്കുമ്പോൾ അടിപൊളിയായിട്ട് തരുതാ ഈ കൂട്ടാൻ. മെയിനായിട്ട് ഈ കൂട്ടാൻ തന്നെയാണ് നമ്മൾ കേന്ദ്രീകൃതമാകുന്നത്. പപ്പടം വേണം. ചേച്ചി പറഞ്ഞു പപ്പടം വേണമെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ എന്തോരം ചോറ് വേണമെങ്കിലും ഉണ്ണാം. ഇതിൽ സാമ്പാർ കൂട്ടിട്ട് ഇനി എൻ്റെ പരിപാടി വേണ്ടേ. അപ്പോൾ സാധനം ക്ലിക്കാണ്. ചോറിൻ്റെ കഴിഞ്ഞിട്ട് വേണം അക്കാദമിക്ക് പോകണമെങ്കിൽ, നാടകത്തിൽ അഭിനയിക്കാൻ പോകണമെങ്കിൽ. എൻ്റെ കൂട്ടും സൂട്ടൊക്കെ ശരിയല്ലേ, സെറ്റല്ലേ? ഞാനേ ചേട്ടൻ്റെ ഒരു ഡെഡിക്കേഷൻ 5000 വരെ കോട്ടാണ് വാങ്ങിച്ചാണിത്. ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഞാൻ. അപ്പൊ ആ പൂപ്പിന്നല്ലല്ലോ. അപ്പോ സിമ്പിളായിട്ടുള്ള അങ്ങനത്തെ കോട്ടൊന്നും പറ്റില്ല, നല്ല തന്നെ വേണം അല്ലേ? കോട്ട് സൂട്ടും. എന്നാലും എന്തിനാലേ എത്ര അധികം കാശിൻ്റെ വാങ്ങിച്ചേ? ആമസോണിന്നല്ല വാങ്ങിച്ചേ? ഞാനെന്നാ ചോറിനാൻ പോട്ടെ, എനിക്ക് വെച്ചിട്ട് പള്ളി എനിക്ക് കൂട്ടാനായിട്ട് കൊതിയാവണം. ഏയ് ഞാൻ ഉണ്ടോളാം. അപ്പൊ ശരി, അടിപൊളി ഫുഡ്, അടിപൊളി തർക്കം, നാടക തർക്കം. നമ്മുടെ തർക്കം നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ഞങ്ങള് വെറുതെ ഇങ്ങനെ സംസാരിക്കണ കാര്യങ്ങളാണ് കേട്ടോ. അത് എന്നിട്ട് അറിയാം, ചേട്ടനെ മോശമാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം കൊണ്ട് പറഞ്ഞതായിട്ടൊന്നും തോന്നരുത്. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയണമെന്ന് മാത്രം. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് തുറന്നു പറഞ്ഞൂടെ? അതന്നെ. അപ്പൊ ഞാനും പറയും, ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും. അതെ. അപ്പൊ നമുക്ക് കരുതാം. അടുത്ത വീഡിയോ ആയിട്ട്. നന്ദി, നമസ്കാരം.